ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷാ കാലഘട്ടം, പരിശോധന കാലഘട്ടം നിർണയിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നിരാശകൾ തോന്നുന്ന പല സാഹചര്യം കയറി വന്നേക്കാം. പക്ഷേ ആ പരീക്ഷാ കാലഘട്ടത്തിൻ്റെ അപ്പുറത്ത് ദൈവത്തിൻ്റെ വലിയ ഒരു അത്ഭുതവും മഹത്വവും വെളിപ്പെടും. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, 2025 ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് വന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു പ്രവചന ദൂതായിട്ട് കൈമാറുകയാണ്. നിങ്ങൾ കടന്നുപോയ ഒരു ക്രൂശീകരണത്തിൻ്റെ ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കടന്നുപോയ ശോധനയുടെ നാളുകൾ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്കൊരു ഉയർപ്പ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കണ്ണുനീരിൻ്റെയും വേദനയുടെയും ഒരു ഡിസംബറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ആനന്ദത്തിൻ്റെയും വാഗ്ദത്തങ്ങളുടെയും ഒരു ജനുവരി ദൈവം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ വാക്യം ഒന്ന് കേൾക്കണം. അവിടെ യേശുവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ധൈര്യമുള്ളവരായി മാറിയെങ്കിലും അവരെ പരസ്യ സ്ഥലത്ത് വെച്ച് ഉപദ്രവിച്ചു, അടിച്ചു. യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ നടന്നപ്പോൾ ആരും അവരെ പരസ്യ സ്ഥലത്ത് വെച്ച് അടിച്ചില്ല. പക്ഷേ യേശു പോയി കഴിഞ്ഞപ്പോൾ അവരെ ഉപദ്രവിച്ചു. പക്ഷെ ആരും പിന്മാറിപ്പോയില്ല, ചിതറി ഓടിയില്ല. ആ അടിയൊക്കെ ഏറ്റിട്ട് അവരെ തടവിലൊക്കെ ആക്കിയിട്ട് ഭയങ്കരമായി നിർബന്ധിക്കുകയാണ്, നിങ്ങൾ ഇനി ഈ പേര് പറഞ്ഞേക്കരുത്, യേശുക്രിസ്തുവിൻ്റെ പേര് മാത്രം പറഞ്ഞേക്കരുത്. അതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം എല്ലാവർക്കും. നിങ്ങൾ ഇന്ന പേര് വിളിക്കുക, ഇന്ന നാമം വിളിക്കുന്നല്ലേ പറയുന്നത്, നിങ്ങൾ യേശുവിൻ്റെ പേര് പറയണ്ട, അല്ലാതെ വേറൊന്നും അല്ല അവരുടെ വിഷയം, അല്ലേ? അപ്പം യേശുവിൻ്റെ പേര് പറയരുതെന്ന് അന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ തർജ്ജനം ചെയ്ത് വിട്ടയക്കുമ്പോൾ 24-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത്, അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലന്മാർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, പല മേഖലയിൽ നിന്നും തർജ്ജനം ചെയ്യുകയോ നമ്മളെ ഒതുക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോഴും പ്രാർത്ഥന കുറയ്ക്കേണ്ട. ആ സമാനമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരുമായി ചേർന്ന് പ്രാർത്ഥിച്ചോണം. ചിലർ എല്ലാ പ്രശ്നം വരുമ്പോഴും ഉണ്ടല്ലോ, അവർ പ്രാർത്ഥിക്കത്തില്ല, പ്രാർത്ഥനക്കാരുമായിട്ട് ബന്ധപ്പെടുത്തുമില്ല. അങ്ങനെയല്ല, പ്രാർത്ഥിക്കേണ്ട ദൈവമക്കളുമായി കൂട്ടായ്മ ആചരിക്കണം, പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതാ ദൈവം കൂട്ടായ്മ വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരുമനപ്പെട്ടവർ പ്രാർത്ഥിക്കുക. കാരണം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര പവറാണ്. അപ്പോസ്തലന്മാരെല്ലാം പിന്നീട് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരുമനപ്പെട്ട് അപ്പോസ്തല പ്രവൃത്തിയിലെ ഒരു കീ വേർഡ് എന്ന് പറയുന്നത്, കീ വേർഡ് എന്താ പറയുന്നത്, കീ വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോൽ വാക്ക് വൺ അക്കോർഡ് എന്നാണ്. വൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരുമനപ്പെടുക. അപ്പം എല്ലാ ഭാഗത്തും ഒരുമനപ്പെട്ടു കൂടി ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുമനപ്പെടുമ്പോൾ ദൈവസാന്നിധ്യം, ദൈവശക്തി ഇറങ്ങും. അതൊരു സാമ്രാജ്യ ശക്തിയെ തകർക്കാൻ പറ്റുന്നോ? കാലങ്ങളായി നിൽക്കുന്ന യഹൂദ മതത്തിൻ്റെ ആ കോട്ടകളെ ഇടിക്കാനോ പര്യാപ്തമായതാ. ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ഭയങ്കര വിടുതല. പത്രോസിന് വേണ്ടി സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. രാത്രിയിൽ അർദ്ധരാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുക. ആ ഹേരോദാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല, യഹൂദന്മാരുടെ സകല പ്രതീക്ഷയിൽ നിന്നും വിടുവിച്ചു. ഹേരോദാവിന് അടുത്ത ദിവസം ദൈവത്തിൻ്റെ ദൂതനെ അടിച്ചു, അവൻ മരിച്ചുപോയി. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ പ്രാർത്ഥനയോ കൂട്ടായ്മയോ ദൈവജനം ഒന്നിച്ച് പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഈ 2026 കയറുമ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടായ്മ ബന്ധമില്ലാത്ത പ്രിയപ്പെട്ടവർ, നിങ്ങൾ പ്രാർത്ഥന കൂട്ടായ്മകൾ, വെറുതെയുള്ള കൂട്ടായ്മ അല്ല, ശരിയായ ജനുവിനായി പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മകൾ. ഒന്നുകൂടെ ഞാൻ ചേർത്ത് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നവർ, വെറുതെ കുറേ പ്രാർത്ഥനാ വിഷയം പറയല്ല, അന്യഭാഷകളിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കൂട്ടായ്മ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ആത്മീയ യുദ്ധമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വലിയ വിടുതൽ നടക്കും. ആത്മമണ്ഡലത്തിലല്ലേ പ്രശ്നമില്ല നടക്കുന്നത്. പിശാച് ആത്മരൂപിയല്ലേ സാത്താൻ. നമ്മുടെ വഴികൾ തടയുന്നതല്ല പൈശാചിക ശക്തിയല്ലേ. അപ്പോൾ അതിനെതിരെ പോരാടണമെങ്കിൽ ആത്മസാന്നിധ്യം വേണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വേണം. അതുകൊണ്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുമായിട്ടൊരു കൂട്ടായ്മ വേണം. അപ്പം ജനം ഒന്നിച്ചവർ പ്രാർത്ഥിക്കുക. ഒരുമനപ്പെട്ട അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് ഒരു വെളിപ്പാടായിരുന്നു. അപ്പോൾ യേശു എന്തുകൊണ്ട് ക്രൂശീകരിക്കപ്പെട്ടു, എന്തുകൊണ്ട് യേശുവിനെ അവർ ഉപദ്രവിച്ചു, ഇതൊക്കെ പറഞ്ഞതിന് ഒരു ആൻസർ അവർക്ക് കിട്ടിയിട്ട് അവർ പറഞ്ഞു 4:28, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഹലോ, ശ്രദ്ധിച്ചോ? എന്താ മനസ്സിലായോ? അവർ പറയുകയാണ്, കർത്താവെ, യേശുവിനെതിരെ അഭിഷിക്തനെതിരെ രാജാക്കന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ കൂടിയിട്ട് യേശുവിനെ ക്രൂശിച്ചല്ലോ. പക്ഷേ ഞങ്ങൾ മനസ്സിലാക്കുന്നു, സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും നീ മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു. അപ്പോൾ യേശുവിനെ പിടിച്ചതും യേശുവിനെ ഉപദ്രവിച്ചതും
യേശുവിനെ ക്രൂശിച്ചതും അടക്കിയതും ഇതെല്ലാം സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ കൈയും ആലോചനയും പറഞ്ഞതാണ് സംഭവിച്ചത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കളായ ശേഷം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് നിമിത്തം നിങ്ങൾ കടന്നു പോകുന്ന ഈ ശോധനകളെല്ലാം ദൈവം മുന്നേ അറിയുന്നുണ്ട്, ദൈവം നിർണയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദൈവം ഒരു ഉയർപ്പും വെച്ചിട്ടുണ്ട്. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും നിർണയിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നത് സത്യം. അങ്ങനെ നമ്മളൊന്ന് പറയണം, ദൈവമേ, നിന്റെ അറിവില്ലാതെ, നിന്റെ ഇഷ്ടമില്ലാതെ, നിന്റെ നിർണയമില്ലാതെ എനിക്കൊന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആലോചനയില്ലാതെ ഒന്നും സംഭവിക്കില്ല. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ദൈവം അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ പറയാം, ദൈവം ചില ശോധനയെ കയറ്റിവിടും, ചില കഷ്ടതയ്ക്കകത്തൂടെ കടത്തിവിടും. ആ കഷ്ടതയ്ക്കകത്തും ഉള്ള പ്രയോജനം എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കരം നമ്മളെ പൊതിഞ്ഞു വെക്കും, സൂക്ഷിക്കും. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. ആമേൻ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോൾ, അനർത്ഥം വരുമ്പോൾ, വേദന വരുമ്പോൾ മാറുന്നില്ല. അവൻ നമ്മളെ പൊതിഞ്ഞു നിൽക്കും, അവൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. അവൻ്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. അപ്പോഴാണ് ദൈവത്തിന് തൂവലുകൾ ഉണ്ടെന്നോ, ദൈവത്തിന് ചിറകുണ്ടെന്നോ, അവൻ്റെ ചിറകിൻ്റെ നിഴലിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്നൊക്കെ അറിയുന്നു. ശത്രു വരുമ്പോഴാണ്. ഹല്ലേലൂയ. അതെ, ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തും. സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ പുറത്ത് കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് 27-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. റോമലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പരിചിതമായ വാക്യമാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു പറഞ്ഞാൽ തൊട്ട് മുമ്പ് പറഞ്ഞത് കഷ്ടതകളാണ്. നാം തേജസ്കരിക്കപ്പെടണമെങ്കിൽ കഷ്ടത വേണം. നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ കഷ്ടങ്ങൾ സാരമില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും 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 പറയണം, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം എല്ലാം നന്മയാക്കി മാറ്റും, എല്ലാം നന്മയാക്കി മാറ്റും. ദൈവത്തെ സ്നേഹിക്കുക കേട്ടോ, ദൈവത്തെ സ്നേഹിക്കുക. സകലതും നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിക്കും. ഹല്ലേലൂയ. അത് ശത്രു ചെയ്യുന്ന ആയുധമാണെങ്കിൽ പോലും, ഈ ദാവീദ് ഗോലിയാത്തിനെ കൊന്നത് കല്ലെടുത്ത് എറിഞ്ഞു കൊന്നതല്ല, അല്ല. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കവണ കൊണ്ട് വഴിയിൽ നിന്ന് തോട്ടിൽ നിന്നെടുത്ത കല്ലുകൊണ്ട് എറിഞ്ഞു, സത്യമാണ്. ഗോലിയാത്ത് വീഴുകയും ചെയ്തു. കൊന്നത് ഗോലിയാത്തിൻ്റെ കയ്യിലെ വാളൂരി ഗോലിയാത്തിൻ്റെ കഴുത്ത് വെട്ടുകയായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ആയുധമൊക്കെ ശത്രുവിൻ്റെ കയ്യിലുള്ള ആയുധം തന്നെ. ഞാൻ പറഞ്ഞത് അത് നന്മയാക്കി മാറ്റും. നമുക്കെതിരെ ശത്രു ഒരു ആയുധം ഉപയോഗിച്ചാൽ, ദാവീദിനെ വെട്ടാൻ വന്ന ആ ആയുധമാണ് ദാവീദ് ഉപയോഗിച്ചത്. ഹല്ലേലൂയ. നിനക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. അത് തിരിച്ചേ പോകുകയുള്ളൂ, തിരിച്ചടിക്കും. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സംഭവിക്കണമെന്ന് ദൈവത്തിൻ്റെ കൈയും ആലോചനയും മുൻനിർണയിച്ചത്. അപ്പം മുൻനിർണയിച്ചതാണ് നടന്നിരിക്കുന്നത്. മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. മുൻനിർണയപ്രകാരം വിളിച്ചവരെ തേജസ്കരിക്കുമെന്നാണ്, അല്ലെങ്കിൽ മഹത്വത്തിലേക്ക് നടത്തുമെന്നാണ് ഈ 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം, 29-30 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. റോമാലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ വിളിച്ചവരെ നീതീകരിച്ചും, മുൻ നിയമിച്ചവരെ വിളിച്ചും, വിളിച്ചവരെ നീതീകരിച്ചും, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. മുൻ നിയമിച്ച നിർണയിക്കപ്പെട്ട ആളുകളെ തേജസ്കരിക്കുകയാണ്, മഹത്വത്തിലേക്ക് നടത്തുകയാണ്. ഹല്ലേലൂയ. അതിന് ഉള്ള വഴിയാണ് കഷ്ടതകളുടെ, ശോധനകളുടെ വഴി. ദൈവം നമുക്ക് ദോഷമൊന്നും ചെയ്യല. ഈ 2026 നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അത് ദൈവം നന്മയാക്കി മാറ്റി നിങ്ങൾ കാണാൻ പോവുകയാണ്. ഒരു ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ദൈവം ചില നന്മയ്ക്കായിട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചോണം, ദോഷമൊന്നും ദൈവം വരുത്തുകയില്ല. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും നിർണയിച്ചിരിക്കുന്നത് സംഭവിച്ചിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ നിർണയമില്ലാതെയും നിന്റെ ആലോചനയില്ലാതെയും നിന്റെ അനുവാദമില്ലാതെയും ഒരു ശത്രുവും ഞങ്ങളെ തൊടില്ല. ഞങ്ങളുടെ വാഗ്ദത്തങ്ങളെ തടയുവാൻ ഒരു ശത്രുവിനെ ദൈവം അനുവദിക്കുകയില്ല. ഈ മക്കൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന രീതിയിൽ കർത്താവേ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഇന്ന് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം വ്യാപരിക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. 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 ആമേൻ.
കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ വല്ലവർക്കൂടെ പങ്കുവെക്കണമേ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.